പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 23 മുതൽ 30 വരെ വാക്യങ്ങൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ധ്യാന വിഷയമായി എടുക്കുന്നു. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്ന് ഈശോ പറയുന്ന തിരുവചന ഭാഗമാണിത്. സ്വന്തം നഗരമായ നസ്രത്തിൽ, ഈശോ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ ഈശോയെ സ്വീകരിക്കാതെ പോകുന്നതിനെ കുറിച്ച് ഈശോ ഉപമകളിലൂടെ അവരോട് സംസാരിക്കുന്നു. സീദോനിലെ സറപ്തായിലെ വിധവയും സിറിയയിലെ കുഷ്ഠരോഗിയായ നാമാനും മാത്രം ആ നാടുകളിൽ സുഖപ്പെട്ടത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലായിരുന്നില്ല. അവരുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പൊതു നന്മയുടെ പേരിലായിരുന്നില്ല. മറിച്ച് അവർക്ക് വ്യക്തിപരമായി ആ ദൈവിക ഇടപെടലിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുപോലെ ഈശോയുടെ നാട്ടിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയിലും അവിടുത്തെ ദൈവികതയിലും വിശ്വാസമുള്ളവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഈശോ അവരോട് അസന്നിഗ്ധമായിട്ട് പറയുന്ന ഒരു തിരുവചന ഭാഗമാണിത്. അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഇരുന്ന ഈശോയെ അവിടെ നിന്ന് പുറത്താക്കാൻ ആ നാട്ടുകാർ ശ്രമിക്കുന്നു. പക്ഷെ തിരുവചനം പറയുന്നു, അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഈശോ അവരുടെ ഇടയിൽ നിന്നപ്പോൾ, അവരുടെ കൂടെ നിന്നപ്പോൾ ഈശോയുടെ മഹത്വം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. സ്വന്തം നാട്ടുകാരായിരുന്നിട്ട് പോലും ഈശോയെ അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിനെ കാത്തു നിൽക്കാതെ, അതിനെ നിന്നു കൊടുക്കാതെ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോകുന്നു. നമ്മൾ ഇന്ന് പ്രത്യേകമായി ഓർമ്മിക്കുന്നത്, നമ്മുടെ ഇടയിൽ ഈശോ ഉള്ളപ്പോൾ ഈശോയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ തിരസ്കരിക്കുന്ന മനസ്സ് കാണിക്കുന്നത് കാണുമ്പോൾ ഈശോ നമ്മളെ വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ? ഇത് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിവിധ രീതികളിൽ പല കാര്യങ്ങളിലൂടെ ഞങ്ങളുടെ ഇടയിൽ ഓരോ ദിവസവും സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിൽ, തിരുവചനത്തിൽ, മറ്റുള്ളവരുടെ സാന്നിധ്യങ്ങളിലൂടെയെല്ലാം. കർത്താവെ, ഞങ്ങളുടെ കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യവും അതിൻ്റെ വിലയും മനസ്സിലാക്കാനും അങ്ങയെ വേണ്ട വിധം സ്വീകരിക്കുവാനും അങ്ങിൽ വിശ്വസിക്കുവാനും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ച് വിട്ടുപോകരുതേ. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ നിരന്തര സാന്നിധ്യവും നാം എല്ലാവരോടു കൂടെയും നമ്മുടെ ഭവനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.